സോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എപ്പോഴത്തെയും പോലെയല്ല. ഇന്ന് എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഞാൻ ലോസ്റ്റ് ചെയ്തു. അവനിപ്പോൾ മിസ്സും ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്നല്ലേ, ഒരു വർഷം പീക്കറോ ബിഗ് ഫാൻ പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മാക്സ് ലെവൽ അക്കൗണ്ട് വേണമെന്ന്. എനിക്ക് റോബക്സ് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശരി പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവന് മാക്സ് ലെവൽ അക്കൗണ്ടിന് 1000 റോബക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് 1000 റോബക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, 1000 റോബക്സ് ഒക്കെ തരാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അവൻ. അപ്പം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് അവന് കൊടുക്കാൻ പോവല്ലേ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഞാൻ അൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെയൊക്കെ യൂസർ നെയിം ഒരു ബുക്കിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാനും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അവൻ്റെ അടുത്ത് റോബക്സ് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പം അവൻ എനിക്ക് റോബക്സ് തന്നു. ലാസ്റ്റ് പെൻഡിങ് റോബക്സ് ഒക്കെ നോക്കുന്ന മറ്റേ വെബ്സൈറ്റ് ഉണ്ടാവില്ല റോബ്ലോക്സിൻ്റെ, അത് എടുത്തുകൊണ്ട് നോക്കിയപ്പോൾ അവിടെ പെൻഡിങ് റോബക്സ് എന്ന് കാണിക്കില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് ഇത്രയ്ക്ക് മാക്സ് ലെവൽ അക്കൗണ്ട് ഒക്കെ വേണം പറയുന്നത്, എന്താണ് അത്യാവശ്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഫെബ്രുവരി 27 അവൻ്റെ കസിൻ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേയിൽ വന്നിട്ട് അവൻ്റെ കസിൻ ബ്രദറിന് മാക്സ് ലെവൽ അക്കൗണ്ട് കൊടുത്ത് സർപ്രൈസ് ആക്കണം. അതിനാണ് ഇപ്പോൾ ഇവൻ വന്നിട്ട് പീക്കറോ ബിഗ് ഫാൻ വന്നിട്ട് എൻ്റെ അടുത്ത് മാക്സ് ലെവൽ അക്കൗണ്ട് വേണം, റോബക്സ് ഒക്കെ തരാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ റോബക്സ് കിട്ടുമ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ഫ്രണ്ട്സിനെയൊക്കെ അൺഫ്രണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെയൊക്കെ യൂസർ നെയിം എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാനും മറന്നു. ലാസ്റ്റ് അവൻ എനിക്ക് റോബക്സും തന്നില്ല, എന്നെ ഫൂളാക്കാൻ നോക്കി. അപ്പോൾ ലാസ്റ്റ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് തന്നില്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ആയിട്ട് എന്തിനാ അക്കൗണ്ട് കൊടുക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ പീക്കറോ ബിഗ് ഫാനെ അൺഫ്രണ്ട് ചെയ്തു. അങ്ങനെ എൻ്റെ പഴയ ഫ്രണ്ടായ മിയോ പറഞ്ഞ് ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, യൂട്യൂബ് സബ്സ്ക്രൈബറാണ്. അവന് ഞാൻ റിക്വസ്റ്റ് അയച്ചു, അവൻ അക്സെപ്റ്റ് ചെയ്തു. മോൺസ്റ്റർ ഞാൻ അന്നേക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു മോൺസ്റ്റർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കിയില്ല, നോക്കിയില്ല. അന്നൊക്കെ നോക്കിയപ്പോൾ മോൺസ്റ്റർ അക്സെപ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരാളുണ്ട് സ്ട്രേഞ്ചർ പറഞ്ഞിട്ട്, അയാളുടെ അവതാറൊക്കെ ഒരു 6 പാക്ക് മാതിരി റോബക്സ് ഒക്കെ ഉള്ളൊരു അവതാറാണ്, 6 പാക്കിൻ്റെ അവതാറാണ്. എനിക്ക് തോന്നുന്നു അതിന് റോബക്സ് ഒക്കെ ഉണ്ടെന്ന്. അവൻ്റെ യൂസർ നെയിം എന്തോ സ്ട്രേഞ്ചർ എന്നാണ്. പിന്നെ എന്തോ ഒരു കോഡുണ്ടോ ഇവിടെ PvP നടക്കുന്നു, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേന് PvP നടക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്ട്രേഞ്ചർ പറഞ്ഞവനുണ്ടായിരുന്നു, 6 പാക്കുള്ള അവതാറുള്ളവൻ. അവൻ്റെ അടുത്ത് മറ്റേ അവൻ്റെ യൂസർ നെയിം സ്ട്രേഞ്ചർ എന്ന് അങ്ങനെ എന്തോ ആണ്. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു കോഡ് ഉണ്ടായി, കോഡ് ഞാൻ മറന്നു, 1 2 3 അങ്ങനെ എന്തോ ആണ്. അപ്പം ഞാൻ അവനെയും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരാളുണ്ട്, എന്തോ DK റാങ്കഡ് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ഉണ്ട്. അവൻ്റെ യൂസർ നെയിം എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നു. അപ്പം അവർ രണ്ടുപേരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ യൂസർ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ റിക്വസ്റ്റ് അയക്കാം, അക്സെപ്റ്റ് ചെയ്യണമെന്നിട്ടാ. ഞാൻ വേണം വെച്ചിട്ട് അൺഫ്രണ്ട് ചെയ്തതല്ല, അക്കൗണ്ടൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ അൺഫ്രണ്ട് ചെയ്തതാണ്. പീക്കറോ ബിഗ് ഫാന് എന്നാലും ഇങ്ങനെ വിചാരിച്ചില്ല, ഫൂൾ ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല. അപ്പം അവർ രണ്ടുപേരും, ഈ സ്ട്രേഞ്ചർ പറയുന്നവനും DK റാങ്കഡ് പറഞ്ഞ എൻ്റെ സബ്സ്ക്രൈബറും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ റോബ്ലോക്സ് യൂസർ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സ്ട്രേഞ്ചറിൻ്റെ എനിക്ക് ഓർമ്മയില്ല, അതിന് എന്തോ ഒരു കോഡുണ്ട് സ്ട്രേഞ്ചർ പറഞ്ഞിട്ട്, അതൊന്ന് കമൻറ്റ് ചെയ്യുമോ. സ്ട്രേഞ്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും കയറ്റാം, മറ്റേ യൂസർ നെയിം മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മോൺസ്റ്റർ ഇപ്പോൾ നോക്കിയില്ല, അന്നൊക്കെ നോക്കിയപ്പോൾ മോൺസ്റ്റർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റിക്വസ്റ്റ്. മോൺസ്റ്റർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോൺസ്റ്റർ ഈ അയച്ച റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ അവതാറൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ മറ്റേ മെസ്സി ഹെയർ പോലത്തെ ഒരു അവതാറൊക്കെ ഉണ്ടായിരുന്നു. മെസ്സി ഹെയർ ഞാൻ ഫ്രീ ആയിട്ട് മേടിച്ച ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാധാ തൊപ്പിയൊക്കെ ഇരിക്കുന്ന ഒരു ഹെയർ ഉണ്ടാവും, ഇങ്ങനെ റെഡ് കളറിൽ തൊപ്പിയായി ഇരിക്കുന്ന ഒരു ഹെയർ ഉണ്ടാവും. അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് മാക്സ് മാരി ആക്കി ഇങ്ങോട്ട് വെച്ചു. അപ്പം അങ്ങനെ ആക്കി വെച്ചപ്പം കാണാൻ മെസ്സി ഹെയർ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോൺസ്റ്ററിന് മറ്റേ
ഈ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവതാർ മാറ്റിയ കാരണം എന്നെ കാണാൻ വേറെ ആരെങ്കിലും ഉണ്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്തതുമായിരിക്കാം. ഞാൻ ഇപ്പം നോക്കിയില്ല, അന്നൊക്കെ നോക്കിയപ്പോൾ അക്സെപ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോൺസ്റ്റർ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നമ്മൾക്ക് മുന്നോട്ട് പോകണം. പീക്കറോ ബിഗ് ഫ്രണ്ട് എന്നാലും ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.